വിശദമായ വാർത്തകളിലേക്ക്. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിൽ വമ്പന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉദുബ് വർഗീസ്. തന്നെ മാത്രം വേട്ടയാടുന്നത് എന്തിനെന്നും ഇന്ത്യൻ നിയമമനുസരിച്ച് താൻ കുറ്റക്കാരനെങ്കിൽ തുറുങ്കിൽ കിടക്കാൻ തയ്യാറാണെന്നും ഉദുബ് വർഗീസ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വലിയ വമ്പൻ സ്രാവുകൾ പുറത്ത് താൻ മാത്രം കുറ്റക്കാരൻ എന്ന രീതിയിലാണ് വേട്ടയാടപ്പെടുന്നതെന്ന് വിവാദ റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറാഫിന് MD ഉദുബ് വർഗീസ് പറഞ്ഞു. ഇത് വളരെ പുതിയൊരു സ്ഥാപനമാണ്. ഈ മേഖലകളിലെ വലിയ വലിയ വമ്പന്മാരായ ആൾക്കാരുണ്ട്. അവർക്കെതിരെ ഒന്നും ഒരു കേസ് പോലും കണ്ടില്ല. ആർക്കാണ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ മാത്രം കേസെടുക്കാനുള്ള താല്പര്യം? എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു? ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇരുന്ന പൈസ ഉണ്ടായിരുന്നു. ആ പൈസ എന്ന് പറയുന്നത് ഞങ്ങൾ അക്കൗണ്ടഡായിട്ടുള്ള ക്യാഷ്, അൺഅക്കൗണ്ടഡായിട്ട് ഒരു പൈസ അവിടെ നിന്ന് പിടിച്ചിട്ടില്ല. അതായത് ആൾക്കാരിൽ നിന്ന് നിർബന്ധപൂർവ്വം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പണം പിരിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കാരണം ഈ റെയ്ഡ് നടക്കുമ്പോഴോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ ഒന്നും ഞാൻ ആ രാജ്യത്തില്ല, ഞാൻ വേറൊരു രാജ്യത്താണ്. ഭീകരരും അക്രമികളും അവരുടെ ചില ഉദ്ദേശ സാധ്യത്തിന് വേണ്ടി ആൾക്കാരെ ബന്ദികളാക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിച്ചിട്ട് ബന്ദികളാക്കി വെച്ചുകൊണ്ട് ദിവസങ്ങൾ ബാർഗെയിൻ ചെയ്യും, ഇല്ലേ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത്. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ചെങ്കിൽ അന്ന് തന്നെ പൈസ മുഴുവൻ പിടിക്കണ്ടേ? ഇതൊരു സാധാരണ ഓഫീസ്, വളരെ സാധാരണമായ ഒരു ഓഫീസ്. താൻ ഒളിവിലല്ല, പിടികിട്ടാ പുള്ളിയുമല്ല, ഇതാ ഇവിടെ തന്നെ ഉണ്ടെന്ന് അബുദാബിയിലെ ഫ്ലാറ്റിൽ വെച്ച് ഉദുബ് വർഗീസ് പറഞ്ഞു. ഇതിൻ്റെ ഒരു സത്യമുണ്ട്. നിങ്ങൾ ആ സത്യം എന്താണ് കണ്ടെത്തുക. ആ സത്യം കണ്ടെത്തിയതിന് ശേഷം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ രാജ്യദ്രോഹിയാണോ? എന്നെ തൂക്കിക്കൊല്ല്. അതല്ല, ഞാൻ വേറൊരു കുറ്റം, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഏതൊരു കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് തക്കതായ ശിക്ഷ എനിക്ക് തരണം. ഇല്ലെങ്കിൽ ആ രാജ്യം നിലനിൽക്കുകയില്ല, നമ്മുടെ വ്യവസ്ഥിതികൾ നിലനിൽക്കുകയില്ല. എന്തുകൊണ്ട് വർഗീസിനെതിരെ മാത്രം, റെഡ് കോർണർ നോട്ടീസ് വർഗീസിനെതിരെ മാത്രം? അതെന്തോ ഒരു ശുഷ്കാന്തിയായിരുന്നു. ഈ ശുഷ്കാന്തി നാട്ടിലുള്ള മറ്റുള്ള കേസിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ എന്തോ ഒരു നല്ലതായിരുന്നു. ഈ കേസുണ്ടായി, ഞാൻ ഒളിച്ചിരിക്കുവാന്നോ അല്ല ഞാൻ അബ്സ്കണ്ടിങ് ആണെന്നോ പറയുന്നു. ഞാൻ വിദേശത്ത് കഴിഞ്ഞ് 18 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഞാൻ ഒളിച്ചിരിക്കുവാന്നോ അല്ല എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഞാൻ ഒളിച്ച് കഴിയുവാന്നോ പറയുന്നതിനകത്ത് എന്ത് മര്യാദയുണ്ട്? ക്യാമറമാൻ ജോണിയോടൊപ്പം EM അഷ്റഫ്. മുത്തശ്ശി കൊച്ചുമകളെ കിണറ്റിലെറിഞ്ഞു കൊന്നു. പത്തനംതിട്ട മെഴുവേലിയിലാണ് ഈ സംഭവം. അമ്മായിയമ്മ മരുമകൾ വഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. പന്തളമെന്ന ഗ്രാമത്തെ നെടുക്കിക്കൊണ്ടാണ് 21 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറം ലോകം അറിഞ്ഞത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിയെ കാണാൻ ഇടയ്ക്കിടെ വീട്ടിൽ വരാറുള്ള സംഗീതയുടെ അമ്മ വത്സലയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത്. മാനസിക നില തകരാറിലായ ഇവർ കുട്ടിയുടെ അമ്മ പുറത്തേക്ക് പോയ ഉടനെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. തുടർന്ന് ഇവർ തന്നെ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുള്ളിയുടെ നിലവിളി കേട്ടോണ്ട് ചെന്നത്, അവിടെ ആൾക്കാർ കൂടിയപ്പോൾ നിലവിളി കേട്ടു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ കുറേ പേര് അവിടെ കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി ചെന്നപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല ഈ അമ്മ പറഞ്ഞു. ഇച്ചിരി മെൻ്റൽ ഉണ്ടായിരുന്നു സ്ത്രീക്ക്. അപ്പോൾ ഉടനെ ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് അകത്ത് എല്ലാം മുറിയും തപ്പി, അവിടെ എല്ലാം നോക്കിയിട്ടും കാണാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റിലാണ് ഇദ്ദേഹം കിണറ്റിലോട്ട് ഇറങ്ങി. കിണറ്റിലിറങ്ങി നോക്കിയപ്പോൾ കുഞ്ഞ് അതിനകത്തുണ്ടായിരുന്നു. ഉടനെ വേറെ എല്ലാവരും കൂടി എടുക്കുമായിരുന്നു, ഇദ്ദേഹം പൊക്കി തരുമായിരുന്നു. സംഭവ സമയത്ത് കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മൂമ്മ വത്സലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നും പോലീസ് പറഞ്ഞു. കുട്ടിയുടെ മൃതദേഹം പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തൃശൂരിൽ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് കൊല്ലപ്പെട്ട ലാൽജി കൊള്ളന്നൂരിന്റെ കുടുംബം കോൺഗ്രസിനെതിരെ രംഗത്ത്. ലാൽജി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജില്ലയിലെ കോൺഗ്രസ് മന്ത്രിയുടെയും MLAയുടെയും പങ്ക് ഒതുക്കി തീർത്തെന്ന് ആരോപണം. ചാവക്കാട് ഹനീഫ വധക്കേസിലും അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്താനിടയില്ലെന്ന് ലാൽജിയുടെ അമ്മ ഓമന ജോർജ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കത്തിൽ 2013 ഓഗസ്റ്റിൽ ഐ ഗ്രൂപ്പ് പ്രവർത്തകൻ മധു ഈച്ചരത്ത് കൊല്ലപ്പെട്ടിരുന്നു. ജില്ലയിലെ മന്ത്രിയുടെ അനുയായിയായിരുന്ന മധുവിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് എ ഗ്രൂപ്പ് പ്രവർത്തകൻ ലാൽജി കൊള്ളന്നൂർ വെട്ടേറ്റ് മരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ മന്ത്രിയാണെന്ന് ആരോപണമുന്നയിച്ച ലാൽജിയുടെ സഹോദരൻ പ്രേമിനെ മധു ഈച്ചരത്ത് വധക്കേസിൽ പ്രതിയാക്കി പകതീർത്തെന്ന് അമ്മ ഓമന ജോർജ് ആരോപിച്ചു. ലാൽജിയുടെ കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല. ഈ മന്ത്രിയുടെ ആൾക്കാരും അവരാണ്, അത് ഉറപ്പാണ്. കോൺഗ്രസ് നേതൃത്വം ഇതിൽ മിണ്ടിയിട്ടില്ല എന്നുള്ളതാ. മധു കൊല്ലപ്പെടുന്നു,
മധുവിനെ കൊന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ച് ജാമ്യം കൊടുക്കാണ്ട് അവിടെ അകത്തിടുന്നു. എൻ്റെ മോനെ കൊല്ലണു. അവർക്കൊക്കെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും 2 ആളൊഴിച്ച് ബാക്കി എല്ലാവർക്കും ജാമ്യം കിട്ടണു. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല. ചാവക്കാട് ഹനീഫ വധത്തിലും ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം ഒതുക്കി തീർക്കാനാണ് സാധ്യതയെന്നും കൊല്ലപ്പെട്ട ലാൽജിയുടെ അമ്മ ഓമന ജോർജ് പറഞ്ഞു. ക്യാമറാമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്, ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരത്തും നിസാം മോഡൽ ആക്രമണം. തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ഫ്ളാറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂര മർദ്ദനം. താക്കോൽ എടുത്തുകൊടുത്തില്ല എന്ന കാരണത്താലാണ് മർദ്ദനം. ഒരു പ്രമുഖ ബിൽഡറുടെ മകനാണ് പേരൂർക്കട സ്വദേശി വിൻസെന്റിനെ മർദ്ദിച്ചത്. തലസ്ഥാനത്തെ ഒരു പ്രമുഖ സ്വകാര്യ ഫ്ളാറ്റിൽ ഇന്നലെ രാത്രിയോടെയാണ് സംഭവമുണ്ടായത്. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വിൻസെന്റിനോട് ഫ്ളാറ്റിലെ താമസക്കാരനായ ശിവ ഗാർഡ് റൂമിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ എടുത്തു തരാൻ പറഞ്ഞു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് നിഷേധിച്ചതോടെ പ്രകോപിതനായ ശിവ സെക്യൂരിറ്റി ജീവനക്കാരനെ പ്ലാസ്റ്റിക് കസേര ഒടിയും വരെ ക്രൂരമായി മർദ്ദിച്ചു. പ്രാകൃതമായ മർദ്ദനമാണ് തനിക്ക് നേരെ ഉണ്ടായതെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ വിൻസെന്റ് പീപ്പിൾ TVയോട് പറഞ്ഞു. അവിടെ ഒരു ബെഞ്ച് കിടന്നതിനടുത്ത് തറയിലടിച്ച് എന്നെ കിട്ടാത്ത തൊട്ടടുത്ത് കാറ് കിടന്നുണ്ട്. മലർത്തിയിട്ട് പട്ടി അടിക്കും പോലെ അടിച്ചതാണ്. അവിടെ അത്രയും ഫ്ലാറ്റിലുള്ള ഒരു 10-40 പെണ്ണുങ്ങളും കുട്ടികളും വാവിട്ട് വിളിച്ചു കിടക്കണം. ഉറക്കം ഇത്രയും ജനങ്ങൾ കംപ്ലീറ്റ് അവിടെ ഉള്ളവർ വന്ന് വിളിച്ച് പറഞ്ഞിട്ടും നിന്നെ കൊന്നയടങ്ങൂടാന്നിങ്ങനെ വിരൽ ചൂണ്ടി പറയുക. ശിവയുടെ കാലിൽ വീണ് തന്നെ തല്ലരുതെന്ന് പറഞ്ഞിട്ടും തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് വിൻസെന്റ് പറയുന്നു. സംഭവം നടക്കുമ്പോൾ ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായി സംഭവത്തിന് ദൃക്സാക്ഷികൾ പറയുന്നു. ഫ്ളാറ്റിലെ അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രസേനൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് പെൺകുട്ടികളായിട്ടുള്ള 1-2 പേര് അത് അവിടെ പോവുകയും അവിടെ ചെന്നിട്ട് അവർ പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് സംഭവം നിന്നത്. വളരെ മോശം. അയാൾ മിക്കവാറും അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇയാൾ മരണത്തിലേക്ക് പോകുന്ന രീതിയിൽ അത്ര ഒരു പ്രകോപനപരമായിട്ടുള്ള ആക്രമണമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച ശിവ തലസ്ഥാനത്തെ ഒരു പ്രമുഖ ബിൽഡറുടെ മകനാണ്. ഉന്നത സ്വാധീനം മൂലം ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവാതിരുന്ന വട്ടിയൂർക്കാവ് പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വീട്ടുജോലിക്കെത്തിയ നേപ്പാളി സ്വദേശികളായ അമ്മയും മകളെയും പീഡിപ്പിച്ച കേസിൽ സൗദി എംബസിയിലെ നയതന്ത്രജ്ഞനും ഭാര്യയും ഇന്ത്യ വിട്ടു. സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശദ റിപ്പോർട്ട് ചോദിച്ചിരിക്കെയാണ് ഇരുവരും രാജ്യം വിട്ടത്. നേപ്പാൾ യുവതികളെ സൗദി നയതന്ത്രജ്ഞൻ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശദ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. നയതന്ത്ര പരിരക്ഷ ഉള്ളതിനാൽ സൗദി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനോ വീട്ടുതടങ്കലിൽ വയ്ക്കാനോ ഇന്ത്യക്ക് കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് സൗദി നയതന്ത്ര ഉദ്യോഗസ്ഥനും കുടുംബവും ഇന്ത്യ വിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 44 വയസ്സുള്ള സ്ത്രീയെയും അവരുടെ 20 വയസ്സായ മകളെയും സൗദി എംബസിയുടെ തന്നെ ഫ്ളാറ്റിലാണ് ലൈംഗിക അടിമകളാക്കി ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചിരുന്നത്. ഭക്ഷണം പോലും നൽകാതെ പ്രകൃതി വിരുദ്ധ പീഡനവും അതിഥികൾക്ക് കാഴ്ചവെക്കാറുണ്ടെന്നും യുവതികൾ ACP രാജേഷ് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. യുവതികളുടെ 2 വൈദ്യ പരിശോധനയിലും പീഡനം നടന്നതായി സ്ഥിരീകരിച്ചു. മാനഭംഗമടക്കം 7 വകുപ്പുകൾ ചുമത്തിയാണ് സൗദി നയതന്ത്രജ്ഞനെതിരെ ഗുഡ്ഗാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ സൗദി എംബസിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിവരമറിയിച്ചപ്പോൾ എംബസി വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത്. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ബാങ്ക് കവർച്ചാ കേസിൽ 3 പേർ കസ്റ്റഡിയിലായി. കവർച്ചാ സംഘത്തിന് സഹായം നൽകിയ ഒരാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ കവർച്ചാ സംഘത്തിലെ ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. 5.5 കോടി രൂപയുടെ പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ട കാസർഗോഡ് കുഡ്ലൂർ സർവീസ് സഹകരണ ബാങ്ക് കവർച്ചയിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു. രക്ഷപ്പെടുന്നതിനിടയിൽ പ്രതികളിൽ ഒരാളെ ബാങ്കിന് സമീപം ജോലി ചെയ്തിരുന്ന പെയിന്റിംഗ് തൊഴിലാളി കണ്ടിരുന്നു. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനിടെ കവർച്ചാ സംഘത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന സ്വർണ്ണമാല ബാങ്കിന് സമീപ പ്രദേശത്തു നിന്നും കണ്ടെടുത്തു. ഇത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിനിടെ പ്രതികളെക്കുറിച്ച് സൂചന നൽകാമെന്ന നിലയിൽ അജ്ഞാത ഫോൺ സന്ദേശം പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട്. ഈ വഴിക്കും പോലീസ് അന്വേഷണം നടക്കുന്നു. സംശയത്തെ തുടർന്ന് ചിലരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. വൈകാതെ കേസിന് തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.